നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഏത് ടൈപ്പ് ഫ്രണ്ട്സ് ആണ് എന്ന് നിങ്ങൾക്കറിയോ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെയല്ല. ഓരോ ഫ്രണ്ട്സിനും നമ്മളുടെ ലൈഫിൽ ഓരോ റോൾസ് ആണുള്ളത്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിന് സാധിക്കും. ചില ഫ്രണ്ട്സ് നമ്മളെ ലൈഫിൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ നിന്ന് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യും. പക്ഷേ ചില ഫ്രണ്ട്സ് നമ്മളൊട്ടും ചിന്തിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുകയും ചെയ്യും. ആൻഡ് മറ്റു ചിലർ വരും പോവും. ഇന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്സിനെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ നമ്പർ 1, ദി മിറർ. ഇവർ കുറേയൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഹോബീസ്, വാല്യൂസ്, ടേസ്റ്റ് ഇതൊക്കെ സിമിലർ ആയിരിക്കും. ഒരു കണ്ണാടി നോക്കുന്ന പോലെ തോന്നും. ആൻഡ് ഇത് നമുക്ക് വളരെ കംഫർട്ടിംഗ് ആയിരിക്കും. ബട്ട് പ്രോബ്ലം എന്താണെന്നറിയോ? ഇവരൊരിക്കലും നിങ്ങളെ ചലഞ്ച് ചെയ്യില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കുകയാണെങ്കിൽ ദെൻ അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. സോ സ്വയം ചോദിക്കുക, ഈ കണക്ഷൻ എന്നെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതോ എന്നെ എപ്പോഴും ഒരു കംഫർട്ട് സോണിലാക്കുകയാണോ എന്ന്. നമ്പർ 2, ദ ലോ ഓഫ് റൈറ്റ്. ചില സമയത്ത് ലൈഫ് വളരെ ഹെവി ആവും. അപ്പോൾ ആ മൂഡൊന്ന് തണുപ്പിക്കാനായിട്ട്, ഒരു ചിരി പടർത്താനായിട്ട് ഒരാൾ വേണം. ഈ ഫ്രണ്ട് എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാവരെയും ഒന്ന് ലൈറ്റൻ ചെയ്യാൻ, എങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കണം എന്നവർക്കറിയാം. ഹ്യൂമർ എന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ലോ ഓഫ് റൈറ്റ് ഒരു ടഫ് ഡേ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. നമ്പർ 3, ദ ട്രൂത്ത് ടെല്ലർ. ഇത് കുറച്ച് റെയർ ആണ് കേട്ടോ. ഈ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കും. സത്യം പറയാൻ പേടി ഉണ്ടായിരിക്കില്ല. അവർ കാര്യങ്ങളെ ഷുഗർ കോട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയൊന്നുമില്ല. അവരെപ്പോഴും സത്യം മാത്രം പറയും. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഹേർട്ട് ആവുമെങ്കിൽ പോലും. നമുക്ക് ലൈഫിൽ ഇങ്ങനൊരു ഫ്രണ്ട് എന്തായാലും വേണം. ബിക്കോസ് ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. നിങ്ങളൊരു തെറ്റായ തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ ആ ട്രൂത്ത് ടെല്ലർ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് പറയും, നീ ചെയ്യാൻ പോകുന്നത് ഒരു മിസ്റ്റേക്കാണ്, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന്. നമുക്ക് എല്ലായ്പ്പോഴും അവരോട് സംസാരിച്ചിരിക്കാനായിട്ട് അത്ര രസമായിട്ടൊന്നും തോന്നില്ല. ബട്ട് ദേ ആർ ഓൾവേസ് ദ വൺ യു ക്യാൻ കൗണ്ട് ഓൺ. വിശ്വസിക്കാം. നമ്പർ 4, ദ ഹാർഷ് ക്രിട്ടിക്. ഇത് പെട്ടെന്ന് ട്രൂത്ത് ടെല്ലർ ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഹാർഷ് ക്രിട്ടിക് വളരെ ഡിഫറെൻ്റ് ആണ്. അവരുടെ ഓണസ്റ്റി ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കില്ല. അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, വളരെ ജഡ്ജ്മെൻ്റൽ ആൻഡ് ഹാർഷ് ആയിക്കൊണ്ട്. നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഹാർഷ് ക്രിട്ടിക് വന്ന് പറയും, നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയേ, നിനക്ക് തീരെ ബുദ്ധിയില്ലേ എന്നൊക്കെ. അവർ പറയും അവർ ഓണസ്റ്റ് ആണ് എന്ന്. ബട്ട് അവരുടെ വാക്കുകൾ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യും, ജഡ്ജ് ചെയ്യപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും, സപ്പോർട്ടിങ് ആയിരിക്കില്ല. ഒരു റിയൽ ഫ്രണ്ട് എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കും ആൻഡ് അതേപോലെ എംപത്തറ്റിക്കും ആയിരിക്കും. അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. ട്രൂത്ത് ടെല്ലർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ബട്ട് ഹാർഷ് ക്രിട്ടിക് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 5, ദ എനർജി വാമ്പയർ. ഇങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. ഇമോഷണലി ഡൗൺ ആവും. മേ ബി അവർ ഫുൾ നെഗറ്റീവ് ആയിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് ആവും, അല്ലെങ്കിൽ സിംപ്ലി എക്സ്ഹോസ്റ്റീവ് ആയിരിക്കും. സോ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, ഞാനൊരു ഫ്രണ്ടാണോ അതോ വല്ല പെട്രോൾ പമ്പ് എന്തെങ്കിലും ആണോ? നിങ്ങളുടെ എനർജിയെ റീചാർജ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് വേണ്ടത്, അല്ലാതെ തിരിച്ചല്ല. നമ്പർ 6, ദ സ്പോണ്ടേനിയസ് ഡിസ്റപ്റ്റർ. നിങ്ങളുടെ റൂട്ടീൻസിനെ പെട്ടെന്ന് വന്ന് ഇൻട്രപ്റ്റ് ചെയ്യുന്ന ആളുകൾ. പെട്ടെന്ന് വന്നിട്ടൊരു ട്രിപ്പ് പോവാം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അവരൊരു പെർഫെക്റ്റ് മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാവില്ല. അവർ സ്വയം ആ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ പോലും ആ മൊമെൻറ്റ്സ് നമുക്ക് എപ്പോഴും നല്ല മെമ്മറി ആയിരിക്കും. നമ്പർ 7, ദ ബിസി ബി. ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടണമെങ്കിൽ 2 ദിവസമാവും. എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യല്ല കേട്ടോ, അവർ ശരിക്കും ബിസി ആയിരിക്കും. അവരെപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഉള്ളപ്പോൾ വളരെ ജെന്യുവൻ ആയിരിക്കും ആൻഡ് വണ്ടർഫുൾ ആയിരിക്കും. അവരൊരിക്കലും നിങ്ങളെ വാല്യൂ കുറച്ച് കാണുന്നുണ്ടാവില്ല. ബട്ട് എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ തന്നെ ആവണം എന്നില്ലല്ലോ. പലർക്കും പല സർക്കംസ്റ്റൻസസ് ആയിരിക്കും. അപ്പം നമ്മളും കുറേയൊക്കെ അതിനനുസരിച്ച് മാറും. നമ്പർ 8, ദ കാഷ്വൽ ഫ്രണ്ട്. പേര് പോലെ തന്നെ ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കും. ഒരു പാർട്ടിക്ക് പോയപ്പോൾ ആളെ കണ്ടു, സംസാരിച്ചു, കുറേ ടൈം സ്പെൻഡ് ചെയ്തു ആൻഡ് പാർട്ടി കഴിഞ്ഞപ്പോൾ രണ്ടാളും തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല, ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അവർ കാഷ്വൽ മൊമെൻറ്റ്സിൽ ഉണ്ടാവും, ബട്ട് ഒരു ഡീപ്പർ കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് റെഡി ആയിരിക്കില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഡീപ്പ് ആവണം എന്നൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ് എന്നാണ് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആവും അല്ലേ? എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ like, share and follow for more. Have a great day.